അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ശഅബാൻ മാസമാണ്. നമുക്കൊക്കെയും അറിഞ്ഞതുപോലെ ശഅബാൻ മാസം നമ്മുടെ ഖൽബിന്റെ കഷ്ണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ശരീരത്തെക്കാളേറെ നാം സ്നേഹിക്കുന്ന മുത്തായ തങ്ങളുടെ മാസമാണ്. ഈ മാസത്തിൽ സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശമിറങ്ങിയ ഈ പരിശുദ്ധ മാസം, പരിശുദ്ധ ശഅബാൻ മാസം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പ്രതിപാദിക്കുന്നത്, ഞാനും എൻ്റെ മലക്കും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹബീബിന്റെ മേൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്ക് വിജയമാണെങ്കിൽ, നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിജയത്തെ കൊതിക്കുന്നുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലുക. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും സ്വർഗത്തിലും എല്ലായിടങ്ങളിലും തങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് തങ്ങളുടെ നോട്ടം ലഭിക്കും, തങ്ങളുടെ സഹായം ലഭിക്കും. തങ്ങളെന്നും നമ്മെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ മുത്തായ തങ്ങളാണ്. അവിടുത്തെ വഫാത്ത് വേളയിലും ആലമാഷറയിലും എല്ലായിടത്തും സ്വർഗം ഉദ്ഘാടനം ചെയ്ത് അവിടുന്ന് സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. എൻ്റെ ഉമ്മത്തീങ്ങളാരും നരകത്തിലേക്ക് പോകാൻ പാടില്ലെന്ന് മുത്തായ തങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പേര് സ്വലാത്ത് ചൊല്ലി ഓരോരുത്തരെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ സ്നേഹിക്കാൻ നാം എത്ര കൊണ്ട് ബാധ്യസ്ഥരാണ്. നാം എല്ലാത്തിനേക്കാളും സ്വന്തം ശരീരത്തെക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും മാതാപിതാക്കളെക്കാളും മുത്തായ തങ്ങളെ നാം സ്നേഹിക്കുന്നവരാകണം. അവിടത്തേക്കൊന്നും സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ദിവസവും 1000 സ്വലാത്ത് ഞാനും നിങ്ങളും ചൊല്ലുന്നവരാകണം. അങ്ങനെ ചൊല്ലുമ്പോൾ മുത്തായ തങ്ങൾ കണ്ട് എത്ര സന്തോഷിക്കുന്നുണ്ടാകും. തങ്ങൾ എത്ര സന്തോഷിക്കുന്നുണ്ടാകും നിങ്ങളെ കണ്ട്. തങ്ങൾ ഒരു രാത്രിയിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. നമ്മുടെ മനാമിൽ നമുക്ക് തങ്ങളെ കാണാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ മുഖം മറന്നു പോവുകയില്ല. വല്ലാത്ത സൗന്ദര്യത്തിന്റെ മുഖമാണ്, വല്ലാത്ത മനസ്സിന് സന്തോഷമേകുന്ന മുഖമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ ഒരിക്കലും അദ്ദേഹം തെറ്റിലേക്ക് കടന്നു പോവുകയില്ല. ആ തങ്ങളെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കും. കണ്ടില്ലെങ്കിൽ ആ രാത്രിയിൽ അദ്ദേഹം പൊട്ടിക്കരയും. അത്രയും സൗന്ദര്യമുള്ള മുഖമാണ് മുത്തായ തങ്ങളുടെ പൂമുഖം. ഈ ദുനിയാവിലുള്ള സ്വർഗം അത് അവിടുത്തെ പൂമുഖം കാണലാണ്. അപ്പോൾ ആ തങ്ങളെ നമുക്കൊന്ന് കാണണം. ഈ പരിശുദ്ധ ശഅബാൻ മാസം തീരുന്നതിന് മുമ്പായി തങ്ങളുടെ പൂമുഖം എനിക്ക് കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ മഹാന്മാർ പറയുന്നു, നല്ല മഹത്വമുള്ള ഒരുപാട് പവറുള്ള സ്വലാത്തുകൾ തിരഞ്ഞെടുത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കൂടുതലായി തങ്ങളുമായി അടുപ്പം സ്ഥാപിക്കാൻ, തങ്ങളുടെ സ്നേഹം പെട്ടെന്ന് നമുക്ക് ലഭിക്കാൻ കാരണമായി തീരും. അതിൽപ്പെട്ടൊരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്തുൽ കമാലിയ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി വകമാ യലീഖു ബികമാലിഹി. ഈ സ്വലാത്ത് എല്ലാവരും ഒരു ചുരുങ്ങിയ ഒരു ദിവസം ഒരു 11 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. പരിശുദ്ധ ശഅബാൻ മാസമാണ്. നിങ്ങൾക്ക് എത്ര കണ്ട് ചൊല്ലാൻ കഴിയും അത്രയും വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ അഹ്മദ് സ്വാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഈ സ്വലാത്ത് മഹാന്മാരുടെ പ്രത്യേകമായ അവരുടെ ഔറദാണ്, അവരുടെ വിർദാണ്. അവർ ദിവസവും ചൊല്ലുന്ന സ്വലാത്താണ്. നിസ്കാരങ്ങൾക്ക് ശേഷം അവർ 10 തവണ പതിവാക്കുകയും അതല്ലാത്ത സമയങ്ങളിൽ 100ഉം അതിനേക്കാളേറെ അവർ പതിവാക്കിയ സ്വലാത്താണ്. ഇതിന്റെ സവാബ് എത്രയാണെന്ന് ലാ നിഹായതല, അതായത് അറ്റമില്ലാത്തത്ര എത്രയാണെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അത്രയും അത്ഭുത മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ. ഈ സ്വലാത്തിനെ കുറിച്ച് മഹാനായ ശൈഖ് അലിയുൽ ബയ്യൂമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തായ തങ്ങളുടെ മേലിൽ ഈ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു ദിവസം 1,00,000 സ്വലാത്ത് ചൊല്ലി. അന്ന് അദ്ദേഹത്തിന്റെ മഹാനവറുകൾക്ക് മനാമിൽ മുത്തായ തങ്ങളെ കാണാൻ കഴിയുകയും തങ്ങളോട് ചോദിക്കുന്നു, അല്ല മുത്തായ തങ്ങളെ, എന്നേക്കാൾ ഈ ദിവസം തങ്ങളിലേക്ക് സ്വലാത്ത് ചൊല്ലിയ ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുത്തായ തങ്ങൾ പറയുന്നു, അതെ ഉണ്ട്. അതായത് അഹ്മദ് ദർദീർ എന്ന മഹാനവറുകൾ എന്റെ മേലിൽ
നിങ്ങളെക്കാളേറെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതെങ്ങനെ സാധിച്ചു നബിയെ? ഞാൻ 1,00,000 സ്വലാത്ത് ചൊല്ലി, ഇതിനേക്കാളേറെ 1,00,000-ത്തേക്കാളേറെ ഒരാൾക്കൊരു ദിവസം ചൊല്ലാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തായ തങ്ങൾ പറയുന്നു, എന്നാൽ അദ്ദേഹം ചൊല്ലിയ സ്വലാത്ത് വെറും 10 തവണ മാത്രമാണ്. അത് സ്വലാത്തുൽ കമാലിയ, അതായത് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയ സ്വലാത്തുൽ കമാലിയാണ്. ആ മഹാനായ അഹ്മദ് ദർദീർ എന്നവർ എന്റെ പേരിൽ ദിവസവും 10 തവണ ചൊല്ലുന്നു. അത് നിങ്ങളെക്കാളേറെ, നിങ്ങൾ ചൊല്ലിയ 1,00,000 സ്വലാത്തിനേക്കാളേറെ മഹത്വമുള്ള സ്വലാത്താണ്, അത്രയും പവറുള്ള സ്വലാത്താണ്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ സ്വലാത്ത് എല്ലാവരും ചൊല്ലുക, ദിവസവും പതിവാക്കുക. ചൊല്ലാൻ മറക്കുന്നവർ, ചൊല്ലാൻ മടിയുള്ളവർ, ഞാൻ നടത്തുന്ന മജ്ലിസിൽ, അതായത് സ്വലാത്ത് ദിവസവും ചൊല്ലുന്ന, കൃത്യവും എപ്പോഴും രാത്രിയിൽ 8:30 മണിക്ക് ചൊല്ലുന്ന ആ സ്വലാത്ത് മജ്ലിസിൽ, സ്വലാത്ത് പരിശുദ്ധ ശഅബാൻ മാസത്തിൽ 21 തവണ ചൊല്ലാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ മജ്ലിസിൽ കൂടി സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല തീർത്തരട്ടെ. മുത്തായ തങ്ങളുടെ പൂമുഖം നമുക്ക് മനാമിൽ പലവട്ടം മരണത്തിന് മുമ്പ് കാണാനുള്ള തൗഫീക്ക് തരട്ടെ. അവിടുത്തെ പരിശുദ്ധ മദീനയിൽ പല തവണ എത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അവിടുത്തെ പൂമുഖം മരണത്തിന് മുമ്പ് പല തവണ കണ്ടു, അതേപോലെ തന്നെ കുളത്തിലും കാണാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നമുക്കുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.